ഉത്തർപ്രദേശ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ബി ജെ പിക്കും സംഘപരിവാറിനും ശബരിമല പോലുള്ള വിഷയങ്ങളെ ദേശീയ അടിസ്ഥാനത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴും പ്രധാനമന്ത്രി ശബരിമലയെക്കുറിച്ച് ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിന് പ്രസംഗിപ്പിച്ചപ്പോഴും ഒന്നും ബി ജെ പിയോ സംഘപരിവാറോ ആർ എസ് എസോ കരുതിയില്ല രാമക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനൊരു മോഷണം നടക്കുമെന്നും അത് രാഷ്ട്രീയ തലത്തിൽ വലിയ ചലനമുണ്ടാക്കുമെന്നും. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 5 കോടി രൂപയുടെ രാമചരിത മാനസ് കാണാനില്ല എന്നുള്ളതാണ്. എന്തായാലും ചമ്പത് റായിയെ പ്രതി ചേർത്താക്കാനുള്ള എല്ലാ സാധ്യതയും യു പിയിൽ കാണുന്നു. മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സമർപ്പിച്ച 5 കോടിയുടെ രാമചരിത മാനസ് എന്ന് പറയുന്ന സംവിധാനവും കാണാനില്ല. എന്തായാലും വളരെ രസകരമാണ് അവിടുത്തെ കാര്യങ്ങൾ. ഈ ഗ്രന്ഥം 5 കോടി രൂപയാണ് ഇതിൻ്റെ വില. ഇത് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ലക്ഷ്മി നാരായണൻ 5 മാസം ഇത് ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. പിന്നീടാണ് കാണാതായിട്ടുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുള്ള 5 കോടി രൂപ വിലയുള്ളൊരു ഗ്രന്ഥം അത് കാണാനില്ല. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ അധികൃതർക്ക് മറുപടിയുമില്ല. വിരമിച്ചപ്പോൾ ലഭിച്ച വരുമാനത്തിൽ നിന്നടക്കം ചെലവിട്ട് വാങ്ങിയാണ് രാമചരിത മാനസം സംഭാവന ചെയ്തത്. ഇതിനായി ഭാര്യ സരസ്വതിക്കൊപ്പം 2024 ഏപ്രിലാണ് അയോധ്യയിലെത്തിയത്. സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവയിൽ നിർമ്മിച്ച ഗ്രന്ഥത്തിന് 47 കിലോഗ്രാം ഭാരമുണ്ട്. ശ്രീകോവിലിനടുത്ത് സൂക്ഷിക്കുമെന്ന ഉറപ്പിലാണ് അധികൃതർക്ക് ഇത് കൊടുത്തത്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വർണം, ചെമ്പ്, വെള്ളി എല്ലാം കൂടെ കൊണ്ടുണ്ടാക്കിയ രാമചരിത മാനസം 5 കോടി രൂപ വില വരുന്ന 47 ഗ്രാം സ്വർണമൊക്കെ ഉള്ള 5 കോടി രൂപ വില വരുന്ന സ്വത്ത് അവിടെ കൊടുത്തിട്ട് അതും സൂക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിലൂടെ സംഭവിക്കുന്നത് ഉത്തർപ്രദേശ് രാഷ്ട്രീയം കലങ്ങുന്നു. 27 അവിടെ തിരഞ്ഞെടുപ്പാണ്. അതിനിടയിൽ മധുര ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം, തമിഴ്നാട്ടിലെ മധുരയല്ല, മധുര എന്ന പേരിൽ, അതായത് കൃഷ്ണൻ്റെ ജന്മസ്ഥലമായ മധുരയിലെ അയോധ്യ പോലെ തന്നെ കൃഷ്ണൻ്റെ സ്ഥലത്ത് മധുരയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പള്ളിയുണ്ട്. ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളി കൂടി വിട്ടുകിട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം ഹിന്ദു വഴക്കൊക്കെ ഉണ്ടാക്കി ഈ അയോധ്യ വിഷയത്തെ തിരിക്കാൻ പറ്റുമോ എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ തിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ. വളരെ വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കൊള്ള ആരും ഓണപ്പ് ചെയ്യുന്നില്ല. കൊള്ള ചെയ്തിട്ടുള്ള 8 പേരെയും അറസ്റ്റ് ചെയ്തു. അത് വളരെ കൃത്യമായി സംഘപരിവാറും ബി ജെ പി ഒക്കെ അതിനകത്ത് നോക്കുന്നു. എന്ത് തന്നെയായിരുന്നാലും യു പി രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഉത്തർപ്രദേശിൽ ഹിന്ദു സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധമാണ് ഇതിനകം രൂപപ്പെട്ടിട്ടുള്ളത്. അതെങ്ങനെ തരണം ചെയ്യുമെന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും 2027 തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്ത് തന്നെയായിരുന്നാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഉത്തർപ്രദേശ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്രത്തിലാണെങ്കിൽ കുറെ കൂടെ അബ്സല്യൂട്ടായിട്ടുള്ള മെജോറിറ്റി കിട്ടുന്നു. ശരത് പവാറിൻ്റെ പാർട്ടിയെ പിളർക്കാൻ കഴിയുന്നു. അവർ ബി ജെ പിയിൽ ചേരുന്നു. മമതാ ബാനർജി പാർട്ടി ആൾറെഡി പിളർത്തി കഴിഞ്ഞു. അവർ ബി ജെ പിയിലേക്ക് ചേരുന്നു. മറ്റ് പാർട്ടികളിൽ ചേർന്ന് ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയമായ മാനങ്ങളുള്ള സംവിധാനം വരുമ്പോഴാണ് 2027 പഞ്ചാബിലും ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പ് വരും. ഈ 2 തെരഞ്ഞെടുപ്പിനും വളരെ കൃത്യമായി ബി ജെ പി തയ്യാറെടുക്കുമ്പോഴാണ് കൂനിന്മേൽ കുരു പോലെ പൊട്ടനേട്ടൻ ചതിച്ചതുപോലെ വളരെ കൃത്യമായി രാമക്ഷേത്ര വിഷയം തലയ്ക്ക് വന്ന് വീഴുന്നത്. ഇതിനകത്ത് ചമ്പത് റായി എന്ന് പറയുന്ന ഇതിൻ്റെ യഥാർത്ഥ പ്രധാന പ്രതിയായിട്ടുള്ള ഈ തട്ടിപ്പിൽ പ്രധാന പ്രതിയായി നിൽക്കുന്ന ചമ്പത് റായിയെ ഇതിനകം പ്രതി ചേർത്തേക്കും. ജൂലൈ 15 FIR രജിസ്റ്റർ ചെയ്യാനാണ് സൂചന. അതിനിടയിൽ ചമ്പത് റായിക്ക് പിന്തുണയുമായി എത്തിയ അയോധ്യ സത്മണ്ഡൽ സന്യാസിമാർ അദ്ദേഹത്തിന് രാജി നിരസിക്കാൻ ട്രസ്റ്റിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അവിടെയും ഒരു ഉടായ്പൊക്കെ രൂപപ്പെടുന്നുണ്ട്. പക്ഷേ എന്തായാലും RSS മോഹൻ ഭഗവത് വളരെ കൃത്യമായ നിലപാടെടുക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ നിലപാടെടുക്കുന്നു. നേരത്തെയുള്ള ട്രസ്റ്റിൻ്റെ അത് നിർമ്മിച്ചപ്പോഴുണ്ടായ ട്രസ്റ്റിൻ്റെ ചെയർമാൻ, അദ്ദേഹം ഒരു റിട്ടയർഡ് IAS കാരനാണ്. ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും വീണ്ടും ട്രസ്റ്റിൻ്റെ ചെയർമാൻ, ഈ ട്രസ്റ്റിൻ്റെ ചെയർമാനായി വരുന്നത്. അന്ന് നിർമ്മിച്ചപ്പോൾ അദ്ദേഹമായിരുന്നു നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇനിയിപ്പോൾ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹം വരുമെന്ന് കേൾക്കുന്നു. അങ്ങനെ എന്തായാലും വലിയ ഒരു ചർച്ചയാണ് വടക്കേ ഇന്ത്യയിലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ
ഹിന്ദു സമാജത്തിനിടയിൽ വലിയ തോതിലാണ് ചർച്ച നടന്നിരിക്കുന്നത്. എന്താണ് ഇനി ഫൈനൽ വരിക എന്നറിയില്ല. പക്ഷേ UP രാഷ്ട്രീയത്തെ കൃത്യമായി പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമായി അയോധ്യ സംഭവം വന്നിട്ടുണ്ട്. അതിനകത്തുള്ള പ്രധാന പ്രശ്നം രാമൻ എന്ന് പറയുന്നത് കേവലം മറ്റ് ദൈവങ്ങളെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ആരാധനാമൂർത്തികളെ പോലെയോ ഉള്ള ഒരു വ്യക്തിത്വമല്ല രാമൻ. ശ്രീകൃഷ്ണനെ വെച്ച് നോക്കുമ്പോൾ ശ്രീകൃഷ്ണനേക്കാളുമൊക്കെ രാമൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നതും രാമൻ്റെ പ്രഭാവം എന്ന് പറയുന്നതും സത്യം, ധർമ്മം, ധർമാനുഷ്ഠാന കാര്യങ്ങൾ, നീതി, ന്യായം, അതിനുവേണ്ടി സത്യത്തിനൊക്കെ വേണ്ടി സ്വന്തം ഭാര്യയെ പോലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള, സത്യത്തിന് വേണ്ടി ഏത് പരമകോടി വരെയും പോകുന്ന രാമൻ എന്ന് പറയുന്ന പ്രതീകത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. രാമരാജ്യമാണ് വേണ്ടത് എന്ന് ഗാന്ധിജി അടക്കം പറയുകയും രാമൻ്റെ രാജ്യത്ത് ഒരു കള്ളവുമില്ല, ചതിയുമില്ല, ഒരു പൊളി വചനം പോലും മാവേലിയുടെ നാടിനേക്കാൾ പ്രഗത്ഭമായിട്ടുള്ള മനോഹരമായ നാടാകേണ്ടുന്ന രാമൻ്റെ പേരിൽ പണിത ക്ഷേത്രത്തിലാണ് ഈ മോഷണമെല്ലാം നടന്നിരിക്കുന്നത്. സംഭാവന അടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഈ 5 കോടിയുടെ രാമചരിതമാനസം അടിക്കുന്നു. ഇപ്പം ഇനി എന്തൊക്കെയാണ് അടുത്തെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അന്വേഷണം EDയും CBIയും NIAയും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ്, രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് യോഗി ആദിത്യനാഥ് കടന്നു പോകുന്നത്. നരേന്ദ്രമോദിക്കും ഇത് വെല്ലുവിളിയുടെ ദിവസങ്ങളാണ്. എങ്ങനെയാണ് BJP ഇതിനെ അഡ്രസ്സ് ചെയ്യാന്നറിയില്ല. കാരണം രാമക്ഷേത്രമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തുറപ്പിച്ചിട്ട് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ അങ്ങനെ മാത്രമല്ല, RSSൻ്റെയും BJPയുടെയും പ്രഖ്യാപിത നയങ്ങളിൽ ഒന്നായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം പണിയൽ. അത് സുപ്രീം കോടതി വിധി വന്നതോടുകൂടി വലിയ സന്തോഷത്തോടു കൂടിയാണ് അത് പണിതത്. പക്ഷെ അത് പണിത് വളരെ കൃത്യമായൊരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചപ്പോൾ ട്രസ്റ്റിൻ്റെ ആളുകൾ തന്നെ, അതിനകത്തുള്ളവർ തന്നെ അതിൻ്റെ സംഭാവനയും ഈ പറയുന്ന അവിടുത്തെ സ്വർണത്തിലുള്ള പുസ്തകവും മറ്റ് ആഭരണങ്ങളും എല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. തീർച്ചയായിട്ടും UP രാഷ്ട്രീയത്തിൻ്റെ ചിന്ത മാറുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. UP രാഷ്ട്രീയം എങ്ങോട്ട് കലങ്ങും, എങ്ങോട്ട് മറിയും എന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2027 തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ UP രാഷ്ട്രീയം RSSനും BJPക്കുമെതിരെ തിരിഞ്ഞാലും അത്ഭുതമില്ല എന്നുള്ളതാണ് പ്രധാന പോയിന്റായി നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത്.